മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ത്രയം എന്നാണ് സിനിമയുടെ പേര്. പ്രൈമിലാണ് റിലീസ് ആയിരിക്കുന്നത്. ത്രില്ലർ സിനിമ എന്നൊന്നും വിളിക്കാൻ പാടില്ല. വിളിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ പടങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് അവസ്ഥ. ശരിക്കും സിനിമ എന്ന് പോലും വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കൊട്ടത്തേങ്ങ എന്ന് വിളിക്കാം. ശരിക്കും ഈ സിനിമയ്ക്ക് ഇടേണ്ട പേര് അവിഹിതം എന്നാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഉണ്ട്. കുറെ പെണ്ണുങ്ങളെ പ്രേമിക്കും, അവരൊപ്പം പോയി കിടക്കും, വീഡിയോ എടുത്തു വെക്കും, ബ്ലാക്ക് മെയിലിൽ പൈസ കിട്ടും. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് വുമൺ ഉണ്ട്. ആണുങ്ങളെ പ്രേമിക്കും, അവരൊപ്പം പോയി കിടക്കും, വീഡിയോ എടുത്തു വെക്കും, ബ്ലാക്ക് മെയിൽ ചെയ്യും, പൈസ കിട്ടും. പിന്നെ നമ്മുടെ സരയുവിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ കൊച്ചനത്തെ സാരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് രാത്രി ഏതൊരു മാമന്റെ ഒപ്പം കയറി പോകുന്നുണ്ട്. അനാർക്കലി മരക്കാരി വന്നിട്ട് വേറെ ഏതൊരു പെണ്ണിന്റെ ഒപ്പം കിടക്കുന്നുണ്ട്. സോ ഇത് മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂ. സോ കാസ്റ്റിംഗ് പറയുമ്പോൾ കിടിലൻ കാസ്റ്റിംഗ് ആണ്. നമ്മുടെ മണിയമ്പിള്ള രാജുവിന്റെ മോനുണ്ട്, സണ്ണി വെയിൻ ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. സോ നരസിംഹത്തിലാണ് തോന്നുന്നു ഡയലോഗ് പറയണ്ടല്ലോ, ഇവന്റെയൊക്കെ ദൃഷ്ടി തട്ടിന്ന് നാട്ടുകാരറിഞ്ഞ പഴച്ചു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ മുഖം ഏതെങ്കിലും ഒരു പടത്തിൽ ഉണ്ട് വെച്ചാൽ അത് പടക്കമാണ് നമുക്ക് ഉറപ്പിക്കുക. പക്ഷെ പടക്കം പറയുമ്പോൾ INCന്റെ ഒക്കെ പോലത്തെ സ്റ്റാൻഡേർഡ് പടക്കമല്ല. ഇത് ഏത് അലവലാതിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടാത്ത പടക്കം. സോ എഡിറ്റർ ഒരു സിനിമയ്ക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ സിനിമ വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ മാർക്കോ സിനിമയെ ആ ഒരു നിലവാരത്തിൽ എത്തിച്ചത് എഡിറ്റർ ആണെന്ന് ഞാൻ പറയുള്ളൂ. ആ മറ്റേ ആക്സിസിന്റെ ആഡ് അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടാണ് ആ പണം ഹിറ്റായത്. അതേപോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും പൈസ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന എഡിറ്റർക്കാണ്. അരമണിക്കൂറിലുള്ള പടം ഈ കാണിച്ച സീനിനെ വീണ്ടും 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 കാണിച്ചിട്ട് 2 മണിക്കൂറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കൊച്ചുണ്ട്, ഒരു വണ്ടി ഇടിക്കുന്നു, നേരെ പോയിട്ട് ഒരു ബാരിക്കേഡിൽ അടിക്കുന്നു, ചോപ്പ് പെയിന്റ് തുപ്പണം. ഇതൊരു 50 തവണയെങ്കിലും ആ പടത്തിൽ കാണിച്ചിട്ടുണ്ടാവും. ഈ നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞിട്ട് അത് മാത്രം ഇട്ട് പുഴുങ്ങിയ സിനിമയൊന്നും ഉണ്ടാവില്ല. ബേസിക്കലി എന്ത് തേങ്ങയാണ് ഈ സിനിമയിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കഥയില്ല, തേങ്ങയില്ല, മാങ്ങയില്ല. ഒരു രാത്രി നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് പരസ്പരം ഓരോ ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. വെറുപ്പിച്ച് കൊല്ലുന്ന് വേണമെങ്കിൽ പറയാം. സോ യൂഷ്വലി നമ്മൾ പറയുമല്ലോ, എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെട്ടുണ്ട് വെച്ചാൽ ഇറ്റ്സ് ഹൈ ടൈം യു ഷുഡ് വിസിറ്റ് എ സൈക്കാട്രിസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അതാണ് അവസ്ഥ. ചന്തുനാഥൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ പടത്തിൽ കയറി അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങേര് അടിപൊളി ആക്ടർ ആട്ടോ. മലയാളം ഇൻഡസ്ട്രി പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാത്ത ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഹീറോ ആക്കണമെങ്കിൽ ഹീറോ ആക്കാം, വില്ലൻ ആക്കണമെങ്കിൽ വില്ലൻ ആക്കാം, ലുക്ക് ഫിസിക് എല്ലാ തേങ്ങയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ചാണകക്കുഴി പോയിട്ടാണ് അങ്ങേരൊക്കെ വീണിരിക്കുന്നത്. സോ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എനിക്കല്ല, ഈ ലോകത്ത് ഒരാൾക്ക് ഈ സിനിമ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അജു വർഗീസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ, ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പൊ അജു വർഗീസിന് എനിക്കൊന്ന് സിനിമ ഇല്ലാത്തപ്പോ പൈസയ്ക്ക് വേണ്ടി ഓട്ടോ ഓടിച്ചാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും കിടിലൻ കാസ്റ്റുള്ള ആൾക്കാർ ഈ പന്ന പടത്തിൽ കയറി അഭിനയിക്കൂ? അല്ലെങ്കിൽ ഇവരെല്ലാം കൂടിയിട്ട് ഈ ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ എന്തെങ്കിലും പൈസ കൊടുക്കാണ്ടാവും കടമായിട്ട്. സോ പ്രൈമിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമാക്കാര് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ട് പറയും ഈ മറ്റേ റിവ്യൂ പറയുന്നവരാണ് ഈ സിനിമയൊക്കെ തകർക്കണ്. ശരിക്കും ഈ റിവ്യൂ പറയുന്ന ആൾക്കാരെ ഈ വളർത്തി വിട്ടത് ആരാണ്? ഈ സിനിമാക്കാർ തന്നെയല്ലേ. ഒരു സിനിമ അവര് നല്ലത് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എന്തിന് ഈവൻ ടെലഗ്രാം, അതേപോലെ തന്നെ മറ്റേ ട്വിറ്ററിന് വരെ വീഡിയോ എടുത്തിട്ട് ഇവര് വന്നിട്ട് പോസ്റ്റ് ചെയ്യും. ഇത് ആൾക്കാർ കാണും. പിന്നീട് ഇവര് മോശം വീഡിയോ ഇടുന്ന സമയത്ത് അതും അവര് കാണും. അപ്പൊ ഇവര് വളർത്തുന്നത് വന്നിട്ട് ഈ സിനിമാക്കാർ തന്നെയാണ്. വൺസ് നല്ലത് പറഞ്ഞ അപ്രീസിയേഷൻ ഉണ്ട്, മോശം പറഞ്ഞു കഴിഞ്ഞു, സിനിമ ഇഷ്ടമായില്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവര് കാരണമാണ് സിനിമ തകരണത്. പിന്നെ വേറൊരു കൊച്ചു ഈയിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടാണ്, ഇപ്പൊ സിനിമയിലെ ക്യാരക്ടർ മോശമായ പേരെടുത്ത് പറഞ്ഞ് നമ്മളെ പറയുമ്പോൾ നമുക്ക് വല്ലാതെ ഹേർട്ട് ആവുന്നു. ഈ കൊച്ചു മോശമായിട്ട് അഭിനയിച്ചു വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ മോഹൻലാലാണ് മോശമായിട്ട് അഭിനയിച്ചെന്ന്? ഇല്ലല്ലോ. സോ എയ്തർ യു ഷുഡ് ഹാവ് a സിംഗിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ്. ഒരിക്കലും ബസ് സ്റ്റാൻഡ് പറയുന്ന സാധനം ആവരുത് എന്നേ പറയാനുള്ളൂ. സോ ഇഫ് യു ഹാവ് ടൈം, ട്രൈ ഇറ്റ് ഔട്ട്. മറ്റേ ത്രയം പറഞ്ഞ സിനിമ വന്നിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.